എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിലെ രണ്ടാം ദിനം പുരോഗമിക്കുകയാണ്. ഇന്ന് ലഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ ശക്തമായ നിലയിലാണ്. ആദ്യ ദിനം അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിനെ ഇന്ത്യ 246 റൺസിന് ഓളൗട്ട് ആക്കിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 119-1 എന്ന നിലയിലായിരുന്നു. ജയ്സ്വാളും ഗില്ലും ബാറ്റിംഗ് ആരംഭിച്ച ഇന്ന് ഇന്ത്യ തകർത്തടിക്കുകയായിരുന്നു. ഓപ്പണിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ജയ്സ്വാൾ ഇന്ന് 23-ാം ഓവറിൽ റൂട്ടിന്റെ പന്തിൽ പുറത്തായി. തൊട്ടു പിന്നാലെ തന്നെ ഹാർഡിലി ഗില്ലിനെയും മടക്കി. ജയ്സ്വാൾ 74 പന്തിൽ 80 റൺസ് നേടിയപ്പോൾ ഗിൽ 23 റൺസ് നേടി പുറത്തായി. പിന്നീട് വന്ന രാഹുലും അയ്യരും കൂടെ ഇന്ത്യയെ വീണ്ടും മുന്നോട്ട് നയിക്കുകയായിരുന്നു. രാഹുൽ ഇന്ന് ഇന്ത്യൻ നിരയിൽ മികച്ച ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം ശ്രേയസും രാഹുലിന് മികച്ച പിന്തുണ നൽകുന്നുണ്ട്. രാഹുൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി കുതിക്കുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 220 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലാണ്. ഇംഗ്ലണ്ട് ബൌളിംഗിൽ റൂട്ടും ഹാർഡ്ലിയും ഒരു വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഇന്ത്യ കൂറ്റൻ ലീഡ് നേടുമെന്ന് ഉറപ്പാണ്. ബൌളിംഗിന് അനുകൂലമായ പിച്ചിൽ ഇന്ത്യ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ടു പോയാൽ ആദ്യ ടെസ്റ്റ് ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പാണ്. ബൌളിംഗിലും ബാറ്റിംഗിലും ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇംഗ്ലണ്ട് ബോളിംഗിൽ അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അത്രയ്ക്കും ശ്രദ്ധിച്ചാണ് കളിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇന്ന് 350 കടക്കുമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.